നമുക്കിന്ന് മധുരമൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ക്യാരറ്റ് കൊണ്ടാണ് നമ്മൾ ഈ റെസിപ്പി തയ്യാറാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 4 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. നമുക്ക് എത്രയാണോ തയ്യാറാക്കേണ്ടത് അതിനനുസരിച്ചിട്ടുള്ള ക്യാരറ്റ് എണ്ണം കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. പിന്നെ ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇതുപോലെ. ഇനി ഇത് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ടിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക. ഒട്ടും തരിയില്ലാതെ തന്നെ. വെള്ളം ചേർത്ത് അരച്ചെടുക്കാത്തതാണ് നല്ലത്. അപ്പോൾ അഥവാ അരഞ്ഞു കിട്ടാൻ പ്രയാസപ്പെട്ടാൽ ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം വരെ ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ട് അരച്ചെടുക്കുക. ഇനി ഒരു പാത്രം വെച്ച് ചൂടാകുമ്പോഴേക്കും ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നെയ്യും കൂടെ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന ക്യാരറ്റിൻ്റെ പേസ്റ്റ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. എന്നിട്ട് ഇതിന് ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. ആ ക്യാരറ്റിൻ്റെ ആ ഒരു പച്ച മണം മാറാനും പിന്നെ അതിൻ്റെ കുറച്ച് വെള്ളമൊക്കെ ഒന്ന് വറ്റാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 5 മിനിറ്റ് കൂടെ നമുക്കൊന്ന് ഇതുപോലെ ഇളക്കി കൊടുത്തൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി ഇതിപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ മാറിക്കഴിഞ്ഞാൽ നല്ല നെയ്യുടെ മണം വരാൻ തുടങ്ങും. ആ ഒരു സമയമാകുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് കുറച്ച് പശുവും പാൽ ചേർത്ത് കൊടുക്കാം. ഒത്തിരി ഒന്നും വേണ്ട, വളരെ കുറച്ച് ഇതുപോലെ വളരെ കുറച്ച് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ. അങ്ങനെ കുറുകി വറ്റിച്ചൊന്നും എടുക്കണ്ട, ഇതൊന്ന് തിളച്ച് വന്നാൽ മാത്രം മതി. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് മധുരം എത്രയാണോ വേണ്ടത് അതനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ കുറച്ച് ഇട്ട് കൊടുത്താലും വീണ്ടും നമ്മൾ ഇതിലേക്ക് മധുരം ചേർക്കുന്നതാണ്. അതുകൊണ്ട് ഇതിൽ കുറച്ച് ചേർത്ത് കൊടുത്താലും മതിയാവും. അപ്പോൾ അത് നന്നായിട്ട് പഞ്ചസാരയൊക്കെ മെൽറ്റായി നമ്മുടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് റവയാണ്. അപ്പോൾ ഞാൻ 1 കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത്. അതിൽ പകുതി ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് വീണ്ടും പകുതി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഒറ്റയടിക്ക് നിങ്ങൾ ചേർത്ത് കൊടുക്കണ്ട, 2ആയിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ബാക്കിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇനി ഇതെല്ലാം കൂടെ കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമ്മുടെ പാത്രത്തിൽ നിന്നൊക്കെ ഒന്ന് വിട്ട് വരുന്ന പരുവാകുന്ന വരെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സായി യോജിച്ച് വന്നിട്ടുണ്ട്. ഇതുപോലെ കിട്ടുന്നൊരു പരുവാകുമ്പോഴേക്കും നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ഈ പാത്രത്തിൽ നിന്ന് മാറ്റി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് തണുക്കാൻ വേണ്ടിയിട്ട് വയ്ക്കാം. ചൂടൊന്ന് മാറിയതിന് ശേഷം നമുക്കിതിന് ചെറിയ നെല്ലിക്ക വലുപ്പത്തിലൊന്ന് ബോളുകളാക്കി എടുക്കുക. അപ്പോൾ ഇത് നമ്മൾ കയ്യിൽ നെയ്യ് എണ്ണ ഒന്നും സെപ്പറേറ്റ് പെട്ടേണ്ടതില്ല. നമ്മളിത് നെയ്യിൽ തയ്യാറാക്കിയതുകൊണ്ട് തന്നെ നല്ല ഷേപ്പിൽ നമുക്കിത് കിട്ടും. അപ്പോൾ ഇത് കണ്ടോ, ഏറ്റവും കുഞ്ഞായിട്ട് തയ്യാറാക്കാൻ പറ്റുവാണെങ്കിൽ അത്രയും നല്ലതാണ്. അപ്പോൾ ഈ ഒരു വലിപ്പത്തിലാണ് ഞാനിപ്പോൾ തയ്യാറാക്കിയിട്ടുള്ളത്. ഇത് മുഴുവനും ഇതുപോലെ ബോളുകളാക്കി എടുക്കുക. അപ്പോൾ ഒരേ വലിപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ നോക്കണം. അങ്ങനെ നമ്മളിവിടെ കുഞ്ഞു കുഞ്ഞു ബോൾസുകളാക്കി എല്ലാം എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ആവിയിലൊന്ന് വേവിച്ചെടുക്കാൻ പോവുകയാണ്. അതിന് വേണ്ടി തട്ടിൽ ആദ്യം തന്നെ കുറച്ച് നെയ്യൊന്ന് തേച്ച് കൊടുക്കുക. അതിന് ശേഷം നമുക്കിത് ഓരോന്നായിട്ട് വെച്ച് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ തട്ടിലെല്ലാം നിരത്തി വെച്ചിട്ടുണ്ട്. ഇനി ഇത് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാൻ പോവുകയാണ്. പാത്രത്തിൽ 1.5 സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇടിയപ്പമൊക്കെ തയ്യാറാക്കുന്ന പൊടിയില്ല, അത് മതി. അതെടുത്തിട്ട് ഇതിലേക്ക് കുറച്ച് പാലും കൂടെ ചേർത്ത് കട്ടയൊന്നും ഇല്ലാതെ ഇതുപോലെ മിക്സ് ചെയ്തെടുത്ത് മാറ്റി വയ്ക്കാം. അങ്ങനെ നമ്മുടെ ബോൾസ് എല്ലാം നന്നായിട്ട് ആവിയിൽ വേവിച്ചെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ 1/2 ലിറ്റർ പാലെടുക്കുക. ഇനി അത് നന്നായിട്ടൊന്ന് തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഈ 1/2 ലിറ്റർ പാലിലേക്ക് നമ്മൾ ഒട്ടും തന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നില്ല. അപ്പോൾ അത് നന്നായിട്ട് പാല് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയം നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന അരിപ്പൊടിയില്ലേ അതൊഴിച്ച് കൊടുക്കാം. അപ്പോൾ കുറച്ചൊന്ന് തിക്കായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് ഒഴിച്ച് കൊടുത്തിട്ട് കൈയെടുക്കാതെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. കാരണം ഇനി പെട്ടെന്ന് ഇത് കുറുകി വരാൻ തുടങ്ങും. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വീണ്ടും നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് മിൽക്ക് മെയ്ഡാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാര തന്നെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ കുറച്ച് മിൽക്ക് മെയ്ഡും കൂടെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക.
അങ്ങനെ ഇപ്പം നമ്മുടെ പാലും മിൽക്ക് മെയ്ഡും എല്ലാം നല്ല രീതിയിൽ മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളുടെ ബോൾസ് ഓരോന്നായിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതൊരു 2-3 മിനിറ്റ് കൂടെ നന്നായിട്ട് ഇതിലൊന്ന് തിളക്കട്ടെ. ഒരു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമുക്കിത് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുക്കുമ്പോഴേക്ക് ശ്രദ്ധിക്കുക, പൊടിഞ്ഞു പോകരുത്. അങ്ങനെ പെട്ടെന്ന് പൊടിയത്തില്ല, എന്നാലും നമ്മളൊന്ന് സൂക്ഷിച്ച് ഇളക്കുക. നമ്മൾ അരിപ്പൊടിയൊക്കെ ചേർത്തുകൊണ്ട് ഇത് പെട്ടെന്ന് അങ്ങ് തിക്കാവും. അതുകൊണ്ട് കൈയെടുക്കാതെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ 2 മിനിറ്റിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിന് മുന്നേ കുറച്ച് ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുക, ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇപ്പം നന്നായിട്ട് ഇത് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് ഗ്യാസ് ഓഫ് ചെയ്ത് തണുക്കുമ്പോഴേക്കും കുറച്ചും കൂടെ തിക്കായിക്കോളും. അങ്ങനെ നമ്മുടെ അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ പറഞ്ഞല്ലോ, മധുരം ഇഷ്ടപ്പെടുന്നവർക്ക് ഉറപ്പായിട്ടും ഇത് ഇഷ്ടപ്പെടും. പിന്നെ കാണാനും തന്നെ എന്ത് രസമാണ്, നല്ല ഭംഗിയുള്ളൊരു സ്വീറ്റായിട്ടൊക്കെ ഉള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ ഞാനൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് ബദാം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ പിസ്ത, ബദാം ഏതാണെങ്കിലും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിലോട്ട് മാറ്റിയിട്ട് തണുപ്പിച്ചും കഴിക്കാം, അല്ലാതെ കഴിക്കുന്നതും ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെയും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.